ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഇന്ദ്രയജ്ഞം കഴിഞ്ഞ ഉടനെ വസിഷ്ഠൻ രാജഋഷി സമീപത്തിലെത്തി. ഹോത്രിയായി തനിക്ക് പകരം ഗൗതമനെ സ്വീകരിച്ച് യാഗം നടത്തുന്നത് കണ്ട ബ്രഹ്മഋഷി നന്ദനന് ക്രോധമുദിച്ചു. നൃപേന്ദ്രനെ കാണാൻ സാധിച്ചില്ല. ക്രോധം ആളിക്കത്തി. മഹാത്മ്യശാലിയായ ബ്രഹ്മഋഷിയാണെങ്കിലും വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു: ഹേ രാജാവേ, എന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ അങ്ങ് ഹോത്രിയായി വരിച്ചുവല്ലോ. അതുകൊണ്ട് അങ്ങയുടെ ദേഹം ജീവനില്ലാത്തതായി തീരും. പെട്ടെന്ന് ഉണർന്ന രാജഋഷി ശാപവാക്യം കേട്ട് ബ്രഹ്മസൂനുവിനോട് വാശിയും കോപവുമേറി ഇങ്ങനെ കഠിനമായി പറഞ്ഞു: നിശ്ചിന്തനായി സുഷുപ്തിയിലാണ്ട എന്നിൽ അരിശമേറിയ അങ്ങ് മറ്റൊരു യമദണ്ഡം പോലെയുള്ള ശാപാഗ്നി എറിഞ്ഞുവല്ലോ. എന്നാൽ അങ്ങയുടെ മനോഹര തേജസ്സാർന്ന കളയബരം ചേതനയറ്റതായിത്തീരും. ഹേ ബ്രഹ്മഋഷി, ഇതിൽ സംശയം വേണ്ട. തുല്യനിലയിൽ പ്രഭാവമുള്ള രാജാവിൻ്റെയും ദ്വിജൻ്റെയും പരസ്പര ശാപവാക്കുകൾ നിഷ്ഫലമായില്ല. പെട്ടെന്ന് രണ്ടുപേരും വിദേഹന്മാരായി തീർന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥനം വീരാരിമർദ്ദകനായ ലക്ഷ്മണൻ കേട്ട് തൊഴുതുകൊണ്ട് തേജസ്സേറിയ അഗ്രജനോട് ദേഹം വിട്ടുപോയ പാർത്ഥിവനും വിപ്രനും ദേവസമ്മതരായി വീണ്ടും ദേഹമാർന്നത് എങ്ങനെയാണ്? സൗമിത്രിയുടെ ചോദ്യം കേട്ട ഇക്ഷ്വാകുകുലരത്നം അമേയ തേജസ്വിയായ ശ്രീരാമചന്ദ്രസ്വാമി ഉത്തരം അരുളി ചെയ്തു: അന്യോന്യം ശപിച്ച് ദേഹം ഉപേക്ഷിച്ച ആ ക്ഷത്രിയനും ബ്രാഹ്മണനും ഉഗ്ര തപോധർമ്മശീലരാണെങ്കിലും വെറും വായുക്കൾ മാത്രമായി തീർന്നു. വേറൊരു ദേഹപ്രാപ്തിയിൽ ആഗ്രഹിച്ച തേജസ്വി വസിഷ്ഠൻ പിതാവായ വിധാതാവിൻ്റെ അടുത്തു ചെന്ന് തൃക്കാലുകളിൽ വന്ദിച്ച് ആ ധാർമ്മിക അഗ്രഗണ്യൻ പറഞ്ഞു: ഭഗവാനെ, ലോകനാഥ, മഹാദേവനായ അവിടുത്തെ മകനിത നിമിഷാപത്താൽ വെറും വായുവായി മാറിയിരിക്കുന്നു. അണ്ടജനായ അഖിലനായക, ഏതൊരുവനും ശരീരം ഇല്ലാതിരുന്നാൽ എത്രമാത്രം ദുഃഖമാണ് അനുഭവിക്കേണ്ടത്. മറ്റൊരു ദേഹത്തെ പ്രാപിക്കുവാൻ അടിയനെ അനുഗ്രഹിക്കണേ. അമിതപ്രഭനായ സ്വയംഭൂ വിരിഞ്ചൻ ബ്രഹ്മഋഷിയോട് അരുളി ചെയ്തു: മിത്ര വരുണ, ബീജത്തിൽ ലയിക്കൂ. പുകഴാർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ, എന്നാലും നീ അയോനിജനായി തന്നെ ജനിക്കും. ഉത്തമധർമ്മങ്ങളെ ആചരിക്കുന്നവനായി എൻ്റെ കീഴിൽ തന്നെ വസിക്കുവാനും സാധിക്കും. പരമകാരുണികനായ ദേവദേവന്റെ നിർദ്ദേശം കേട്ട വസിഷ്ഠൻ പിതാവിനെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് വരുണാലയത്തിലേക്ക് എഴുന്നള്ളി. ദേവേന്ദ്രനാൽ പ്രപൂജിതനായ മിത്രൻ അക്കാലത്ത് പാലാഴിയിൽ വരുണനോടുകൂടി താമസിക്കുകയായിരുന്നു. അപ്സര സ്ത്രീകളിൽ അദ്വിതീയയായ ഉർവശി ഒരു ദിവസം സഖിമാരും ഒന്നിച്ച് വരുണ ഭഗവാന്റെ ആലയം വഴി വന്നു. സൗന്ദര്യസാര സർവസ്വമായ ഉർവശി ആഴിയിൽ വിഹരിക്കുമ്പോൾ എതിർച്ചയാ വരുണൻ കണ്ടു. കന്ദർപ്പശരങ്ങൾ ഏറ്റ് മനസ്സ് നിയന്ത്രണം വിട്ടു. തണ്ഡാരിതൾ കണ്ണാളായ ആ ശ്രേഷ്ഠ അപ്സരസിനെ അന്ന് പത്നിയായിരിക്കാൻ വരുണൻ വരിച്ചു. കൈകൂപ്പിക്കൊണ്ട് ഉർവശി പറഞ്ഞു: സുരനായക, എന്നെ സാക്ഷാൽ മിത്രൻ ആദ്യമായി ഇന്നേക്ക് വരിച്ചിരിക്കുന്നു. അനങ്കന്റെ അമ്പുകൾ കൊണ്ട് അവശനായ വരുണൻ വീണ്ടും പറഞ്ഞു: ഹേ സുരസുന്ദരി, നിന്നിലുണ്ടായ കാമവികാരം നിയന്ത്രിക്കാം. എന്നാൽ ദേവനിർമ്മിതമായ ഈ കുടത്തിലേക്ക് എൻ്റെ വീര്യം സംക്രമിക്കും. അങ്ങനെ സുവർണനിയായ നിന്നോടുകൂടി ചേരാതെ തന്നെ നിന്നിൽ ഉണ്ടായ കാമത്തെ സാധിക്കും. ലോകപാലകനായ വരുണൻ ഭംഗിയായി ഇങ്ങനെ പറഞ്ഞത് കേട്ട ഉർവശി ഏറ്റവും പ്രീതിയോടെ മറുപടിയായി: പ്രഭോ, എന്നാൽ അങ്ങനെയാകട്ടെ. എൻ്റെ ഹൃദയം അവിടുന്നിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ അവിടുത്തേക്ക് പ്രേമവുമേറും. ദേഹം മിത്രനെ അർപ്പിക്കുകയാണ്. ഉർവശി ഇത്രയും പറഞ്ഞപ്പോഴേക്കും അത്യത്ഭുതകരമായ വിധത്തിൽ വരുണരഥസ് എരുത്തീ പോലെ ആ കുടത്തിൽ വീണു. അപ്സര സ്ത്രീ രത്നം മിത്രദേവ സന്നിധിയിലെത്തി. എല്ലാം ഉൾക്കണ്ണുകൊണ്ട് കണ്ട മിത്രൻ കോപത്തോടെ അവളോട് പറഞ്ഞു: ഹേ ദേവസ്ത്രീ, നീ ഒരു ദുർവൃത്തയെ പോലെയാണ് പെരുമാറിയത്. മുൻകൂട്ടി ഞാൻ വരിച്ചിട്ടും നീ മറ്റൊരു ഭർത്താവിനെയാണല്ലോ ഇഷ്ടപ്പെട്ടത്. ഈ ദുഷ്ടതയിൽ എൻ്റെ കോപം ആളുകയാണ്. നീ മനുഷ്യലോകത്തിൽ ചെന്ന് കുറച്ചുകാലം വസിക്കണം. ബുധാത്മജനായ പുരൂരവസിനെ സമീപിക്കൂ. ആ കാശി രാജഋഷി നിന്റെ ഭർത്താവായി തീരും. ശാപമേറ്റ ഉർവശി ബുധതനയനായ പുരൂരവസിൻ്റെ അടുത്ത് ചെന്ന് ആശ്രയിച്ചു. ആ രാജഋഷി വര്യനെ ഭർത്താവായി സ്വീകരിച്ചു. പുരൂരവസിന് ഉർവശിയിൽ മഹാബലവാനായ ആയുസ് എന്നൊരു പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ തനയനാണ് ഇന്ദ്രതുല്യനായ നഹൂഷൻ. വൃതാസുരനിൽ വജ്രം ചാട്ടിയ ശക്രൻ ചുറ്റി നടക്കുന്ന 100,000 വർഷം ഇന്ദ്രസ്ഥാനത്തിരുന്ന് നഹൂഷ മഹാരാജാവായിരുന്നു. ശാപാസ്ത്രമേറ്റ് പാരിലെത്തിയ ഉർവശി അനേകം ആണ്ടുകൾ ഇവിടെ വസിച്ച് തദവസാനത്തിൽ ഇന്ദ്രസദസ്സിലേക്കു തന്നെ പോയി. ആശ്ചര്യജനകമായ ഈ ദിവ്യകഥ കേട്ട ലക്ഷ്മണൻ ഏറ്റവും സന്തുഷ്ടനായി മഹാപ്രഭുവിനോട് വീണ്ടും ചോദിച്ചു: രാജരാജേശ്വര, ദ്വിജ ക്ഷത്രിയന്മാരായ ആ ദേവസമ്മതർ എങ്ങനെയാണ് വീണ്ടും സഹോദരന്മാരായി തീർന്നത്? കുമാരന്റെ ചോദ്യം കേട്ട സത്യപരാക്രമി മഹാത്മാ വസിഷ്ഠ ബ്രഹ്മഋഷിയുടെ ബാക്കി കഥയും പറഞ്ഞുകൊടുത്തു.
മിത്രനും വരുണനും ഒരേ കുംഭത്തിലാണ് വീര്യം വീഴ്ത്തിയത്. അതിൽ നിന്ന് മഹാതേജസ്വികളായ 2 ഋഷീന്ദ്രന്മാർ ഉത്ഭവിച്ചു. ആദ്യമുണ്ടായത് ഭഗവാൻ അഗസ്ത്യനാണ്. ഞാൻ അങ്ങയുടെ പുത്രനല്ല എന്ന് പറഞ്ഞ് മിത്രനെ വിട്ട് മാമുനീശ്വരൻ യാത്രയായി. ഉർവശി കാരണം മിത്രവീര്യം ഏതൊന്നിലാണോ പതിച്ചത് അതിൽ തന്നെയാണ് വരുണബീജവും. അല്പകാലം കഴിഞ്ഞതിനു ശേഷം മിത്രന്റെയും വരുണന്റെയും തേജസ്സിൽ നിന്ന് നമ്മുടെ കുലദൈവമായ വസിഷ്ഠ ബ്രഹ്മർഷി സംജാതനായി. അന്നു തന്നെ അതിതേജസ്വിയായ ഇക്ഷ്വാകു മഹാരാജാവ് നമ്മുടെ വംശരക്ഷയ്ക്ക് ഭഗവാനെ ഉപാധ്യായനായി വരിക്കുകയും ചെയ്തു. മഹാത്മാവായ വസിഷ്ഠ ബ്രഹ്മർഷി ഇങ്ങനെയാണ് പുതുപ്പിറവിയാർന്നത്. സൗമ്യനായ കുമാര, ഇനി നിമിയുടെ കഥ കേൾക്കൂ. ദേഹത്തിൽ നിന്നും വേർപെട്ട അർജുനെ കണ്ട മുനീശ്വരന്മാർ ആ പ്രാണനെ കൊണ്ട് ദീക്ഷ ചെയ്യിച്ച് യജ്ഞം ചെയ്യിച്ചു. മഹാബ്രാഹ്മണർ പൗരന്മാരോടും ഭൃത്യന്മാരോടും കൂടി സുഗന്ധദ്രോണിയിൽ മാല്യം, തുകിൽ എന്നിവയോടുകൂടി ശരീരത്തെ രക്ഷിക്കുകയും ചെയ്തു. യാഗമെല്ലാം അവസാനിച്ചപ്പോൾ ഭൃഗുമുനീന്ദ്രൻ അരുളി ചെയ്തു, നൃപേന്ദ്ര, ഞാൻ അങ്ങയിൽ അതീവ സന്തുഷ്ടനായി. അതുകൊണ്ട് അങ്ങയുടെ പ്രാണനിൽ ചേതസ്സും എത്തിക്കുകയായി. അമരന്മാർ കൊണ്ടാടിക്കൊണ്ട് നിമിയുടെ ചേതസ്സിനോട്, ഹേ രാജർഷേ, ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ. എവിടെയാണ് അങ്ങയുടെ ചേതസ്സിനെ വെക്കേണ്ടത് പറയൂ. എല്ലാ ദേവവര്യന്മാരുടെയും ഏകോപിച്ച വാക്കുകൾ കേട്ട നിമി ചേതസ് മറുപടി പറഞ്ഞു, സർവ്വജീവജാലങ്ങളുടെയും അക്ഷികളിൽ സസുഖം ഞാൻ വസിച്ചുകൊള്ളാം. അങ്ങനെയാകാം എന്ന് അർജുനോട് പറഞ്ഞ സുരപ്രമുഖന്മാർ നിമിയുടെ ചേതസ്സിനോട് പറഞ്ഞു, സകല ജീവികളുടെയും നേത്രങ്ങളിൽ വായുവായി നീ വസിക്കൂ. വായുരൂപത്തിൽ സഞ്ചരിക്കുന്ന നിന്നെക്കൊണ്ട് കണ്ണിന് ശ്രമം തീർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ചിമ്മലുണ്ടാകും. ഇങ്ങനെ അനുഗ്രഹമേകിയ സുരവരന്മാരെല്ലാം വന്ന പോലെ സസന്തോഷം പോയി. മഹാത്മാക്കളായ ഋഷിവരന്മാർ നിമിരാജ ഋഷിയുടെ കളയപരത്തെ അരണിയിൽ വെച്ച് മതിക്കുവാൻ തീർച്ചപ്പെടുത്തി. പിൻഗാമിയായിട്ടൊരു പുത്രനില്ലാതെ വന്നാൽ വംശം നശിക്കുമല്ലോ. മഹാന്മാരായ അവർ ഉണ്ണി പിറക്കുവാൻ മന്ത്രഹോമങ്ങളാൽ മതിക്കുമ്പോൾ ഉഗ്ര തപസി എന്നൊരു തനയനുണ്ടായി. മദനത്താൽ മിതി എന്നും ജനനത്താൽ ജനകൻ എന്നും വിദേഹനിൽ നിന്നുണ്ടായതിനാൽ വൈദേഹൻ എന്നും സുപ്രസിദ്ധ നാമങ്ങളുണ്ടായി. നിമിപുത്രനായ മിതിയാണ് ഒന്നാമത്തെ ജനകൻ. വിദേഹ രാജാവെന്നും മൈഥിലൻ എന്നും ആ രാജഋഷി വര്യന് പേരുണ്ടായി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.